ഒരു നുള്ളി ചോറ് എനിക്ക് മര്യാദക്ക് തിന്നണം, എനിക്ക് ജീവിക്കണം. നിങ്ങളിഞ്ഞ നോക്കൂലമ്മ, നിങ്ങളല്ലാതെ വേറെ ആരല്ലത്. ഇവരിഞ്ഞ ഒരുപാട് കാലായിട്ട് പാമ്പസിട്ടുങ്ങാണ്ടുള്ള ജീവിതാണ്. എനിക്കിങ്ങനെ ജീവിക്കാൻ വെച്ച, എനിക്കിങ്ങനെ ജീവിക്കാൻ വെച്ച നിങ്ങളെ സഹായിക്കണം. നിങ്ങളല്ലാതെ എനിക്ക് ഇനി വേറെ ആരുമില്ല. എനിക്ക് നിങ്ങളല്ലാതെ ഈ ശരീരം കണ്ടോ നിങ്ങള്? ഈ കൈ കണ്ടോ? ഈ സഹോദരന്റെ ഒരു മുന്നത്തെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. നിങ്ങളിത് കാണണം. ആ ചെറുപ്പക്കാരനാണ് ഇന്ന് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ അസുഖം ബാധിച്ച് ഇന്ന് ചികിത്സിക്കാനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ 35 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന കാരുണ്യ മനസ്സുകൾ അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. ഈ ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി നിങ്ങൾ. കേവലം 31 വയസ്സ് മാത്രം പ്രായമുള്ള നൌഷാദ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മൂത്തേടം നെല്ലിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പ്രവാസിയായ ഒരു ചെറുപ്പക്കാരനാ ഇന്ന് ഈ മെലിഞ്ഞൊട്ടിയ ഈ എല്ലും തോലുമായ ഒരവസ്ഥയില് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലില് തന്റെ ജീവന് വേണ്ടി നമ്മളൊക്കെ മുന്നില് കൈകൂപ്പി വന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഒരാളും തന്നെ ഈ സങ്കടകരമായ അവസ്ഥ കണ്ട് തട്ടി മാറ്റി പോരുത്. ക്രോൺ ഡിസീസ് എന്ന് പറയുന്ന മാരകമായ അപൂർവങ്ങളിൽ അപൂർവമായ അസുഖം ബാധിച്ച് ഇന്ന് ചികിത്സിക്കാൻ ഒരു മാർഗവുമില്ലാതെ നമുക്ക് മുന്നിലൊക്കെ ഈ ഒരു അവസ്ഥയുമായിട്ട് ഈ ഉമ്മയും മോനും വന്നിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ആരും തന്നെ തട്ടി മാറ്റരുത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കേണ്ടത് എന്നറിയാത്ത വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരാരും തന്നെ തട്ടി മാറ്റിക്കളയരുത്. മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ 2-ാം വാർഡ് നെല്ലിക്കുത്ത് എന്ന പ്രദേശത്ത് നിന്നുള്ള പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അബ്ദുൽ വാഹിദ് സഖാഫിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്ത്, പ്രവാസിയായ സഹോദരൻ നൌഷാദ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടൽ സംബന്ധമായ ഒരു മാരകമായ രോഗം പിടിപെട്ട് ഭക്ഷണം കഴിക്കുന്നത് വയറ്റിൽ നിൽക്കാതെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോവുകയും ഛർദ്ദിക്കുകയും ചെയ്യുകയും തുടങ്ങിയ വലിയ മാരകമായ രോഗം പിടിപെട്ട് വളരെ വിഷമത്തിലാണ്. കാലങ്ങളായി ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ പല സഹായങ്ങളും ചെയ്ത് അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തിയെങ്കിലും മുന്നോട്ടുള്ള ചികിത്സക്ക് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്.